ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാതീരം. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന ചർച്ചയാകും. 3 സെഷനുകളിലായി 3000-ഓളം പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം ഭംഗിയായി നടക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ 24-നോട് പറഞ്ഞു. ഞങ്ങൾ ആദ്യം മുതൽ പ്ലാൻ ചെയ്ത പോലെ മനോഹരമായ പന്തൽ, ജർമ്മൻ പന്തൽ തീർന്നിരിക്കുന്നു. 3000 പേർക്കുള്ള പന്തലിടാനാണ് ഇവരോട് പറഞ്ഞിരുന്നത്. അവർ കുറെ കൂടി വിപുലീകരിച്ചിട്ടുകൊണ്ട് ഇപ്പോൾ 3500 ഒക്കെ ഇരിക്കാൻ കഴിയുന്ന കസേരകൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാരെല്ലാം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടി എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും കൂടെ നേരെ പോയി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ചെന്നാണ് ക്ഷണിക്കുകയും ചെയ്തിരുന്നത്. അത് എഴുന്നേറ്റ് ക്ഷണം കേൾക്കാൻ വന്നില്ലെങ്കിൽ കത്ത് കൊടുത്തിട്ട് പോകുന്നു, ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. സഹകരിക്കാതിരിക്കുക അത് അവരുടെ നിലപാടാണ്. അയ്യപ്പ സംഗമം വൻ വിജയമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. പ്രമുഖർ സാധാരണക്കാരെന്ന് വിവേചനമില്ലാതെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെയാണ് പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നും PS പ്രശാന്ത് പറഞ്ഞു. 9:30 തന്നെ ഉദ്ഘാടന സമ്മേളനം നടക്കും. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ സമ്മേളനം ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ 3 സെഷനുകളാണ്. ഇവിടെ ഈ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട പഴയ മാസ്റ്റർ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അത് ആ ക്രൗഡ് മാനേജ്മെന്റ് നേതൃത്വം നൽകുന്നത് മുൻ DGP ജേക്കബ് പുന്നൂർ സാറ്, ഇപ്പോൾ നിലവിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ADGP ശ്രീജിത്ത്, അങ്ങനെയുള്ള അവരൊക്കെ ഉണ്ടാവും. പമ്പയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി S വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, പ്രതിനിധികൾ എത്തിത്തുടങ്ങുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 സെഷനുകളിലായി ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നു. നേരത്തെ ആദ്യം ആര് വിളക്ക് കൊളുത്തും, ചടങ്ങിന് തുടക്കമിട്ടുകൊണ്ട് ആര് വിളക്ക് കൊളുത്തുമെന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനും ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പമ്പയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് S വിജയകുമാർ? റിജിത്ത്, ഈ അയ്യപ്പ സംഗമത്തിനുള്ള നടപടികൾ, അതിന്റെ ഔദ്യോഗിക നടപടികൾ രാവിലെ തന്നെ തുടങ്ങി. രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രതിനിധികളായി പങ്കെടുക്കേണ്ടവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് ഈ VVIPകൾ കടന്നു പോകുന്ന ഇവിടുത്തെ ഒരു ഗേറ്റിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് അല്പസമയത്തിനകം, അദ്ദേഹം ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷമേ ഇവിടേക്ക് എത്തൂ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ചിലപ്പോൾ ഈ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞായിരിക്കും അദ്ദേഹം വേദിയിലേക്ക് എത്തുക. അദ്ദേഹം ഇവിടേക്ക് ആളുകൾ, സമുദായ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം വന്നിട്ടുണ്ട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പസമയത്തിനകം എത്തും. NSSനെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സംഗീത് കുമാറാണ് വരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ആളിപ്പോൾ മന്ത്രിമാരായ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VN വാസവൻ, മന്ത്രി P പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് പോയിട്ടുണ്ട്. 1 ഡസൻ സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. പളനിവേൽ ത്യാഗരാജൻ തമിഴ്നാട് മന്ത്രി അല്പസമയം മുമ്പ് അകത്തേക്ക് വേദിയിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു മന്ത്രി ശബരിമല ദർശനം കഴിഞ്ഞ് താഴേക്ക് അദ്ദേഹം പമ്പയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. അങ്ങനെ സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടുന്ന ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത്. മറ്റ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അതുപോലെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. പലരും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. മുംബൈ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ രാവിലെ ചില പ്രതിനിധികളെ കണ്ടിരുന്നു. പലരും മലയാളികൾ തന്നെയാണ്. പക്ഷെ അവർ മുംബൈ, അതുപോലെ പൂനെ, താനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ തന്നെയാണ്. അവരും ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ എന്ന നിലയിലാണ് വരുന്നത്, എത്തുന്നുണ്ട്. വിദേശ S വിജയകുമാറാണ് പമ്പാതീരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാന ചർച്ചയാകാൻ പോകുന്നത്. അതിന് 3 സെഷനുകളിലായാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3000-ലധികം പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും പരിപാടികളൊക്കെ ഭംഗിയായി നടക്കും എന്നാണ് ദേവസ്വം മന്ത്രി 24-നോട് പറഞ്ഞത്. ഇപ്പോൾ പ്രതിനിധികൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.